ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെരുന്നാളിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. രാവിലെ 7:30 ആയിട്ടുണ്ട്. ഞാൻ ഉറക്കം എണീക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ആർക്കും പോകണ്ടല്ലേ, അത് കാരണം ഞാൻ ഇച്ചിരി നേരം കൂടെ ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അടുക്കളയിൽ എത്താൻ ഒരു അരമണിക്കൂർ എടുത്തു കേട്ടോ. പിന്നെ അതാണെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പം ഇച്ചിരി കൂടെ അങ്ങ് സമയം പോയി. പിന്നെ ആണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തതായിരുന്നു ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ. പക്ഷേ രാവിലെ ലേറ്റായിട്ട് എണീക്കുകയും ചെയ്ത് പിന്നെ കുറച്ച് നേരം അങ്ങ് സമയവും പോയി കഴിഞ്ഞപ്പം പിന്നെ അതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഗോതമ്പ് ദോശയും തക്കാളി കറിയാക്കാമെന്ന് വിചാരിച്ചേ. ഇതാണെങ്കിൽ ഇത് കൊച്ചു കയ്യിലാണേ, അതുകൊണ്ട് 2 വട്ടം ഇട്ടതേ. കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഉണ്ടാക്കി ഉപ്പുമാവ് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണേ, അത് ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ അപ്പുറത്തു നിന്നാണെങ്കിൽ പെരുന്നാളിൻ്റെ പങ്കായിട്ട് അപ്പവും ഇറച്ചിക്കറിയൊക്കെ കൊണ്ടുവന്ന കാരണം അത് ഞങ്ങൾ അതങ്ങ് കയ്യോടങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ. സാധാരണ ഞാൻ അങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറില്ല. ഇന്നലെ ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് അങ്ങ് അധികം വന്ന കാരണമാണേ, അത് കളയാൻ അത്രയും ഭക്ഷണമൊക്കെ നമ്മൾ എങ്ങനെയാണ് കളയുന്നത്, അത് കാരണമാണേ. പിന്നെ ഗോതമ്പിൻ്റെ ദോശയ്ക്ക് വേണ്ടുന്ന മാവൊക്കെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. കലക്കുന്നതൊക്കെ ആണെങ്കിൽ അങ്ങ് സ്കിപ്പായിപ്പോയി, എന്തോ പറ്റിയതാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ക്യാമറ ഓണാക്കാൻ അങ്ങോട്ട് മറന്നു പോയി തോന്നേ. പിന്നെ ദാണ്ടെ തക്കാളി കറിക്ക് വേണ്ടുന്ന തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കുകയാണേ. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു സവാളയാണ് എടുത്തത്, ഒരു ചെറിയ സവാളയാണേ. പിന്നെ തക്കാളിയാണ് കൂടുതൽ എടുക്കുന്നത് നമ്മൾ തക്കാളി കറിക്ക്. പിന്നെ സവാള കുറച്ചും എടുക്കണേ. നമ്മൾ ഉള്ളിക്കറിക്ക് ഉള്ളി കൂടുതൽ എടുത്തിട്ട് ഒരു തക്കാളിയൊക്കെ അല്ലേ ചേർക്കുള്ളൂ. പുളി അനുസരിച്ച് വേണേൽ തക്കാളി ചേർക്കാൻ. ഒരുപാട് പുളിയുള്ള തക്കാളി ഒത്തിരി ചേർത്ത് കഴിയുമ്പം കറി ഭയങ്കരമായിട്ട് പുളിക്കും. പിന്നെ അതാ തൊലിയെല്ലാം ഞാനങ്ങ് പുറത്ത് കൊണ്ടുപോയി വേസ്റ്റ് ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡിലങ്ങ് കാണിക്കാമെന്നേ, അരിയുന്നതൊക്കെ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചേ. എനിക്കാണെങ്കിൽ അരിയാനാണെങ്കിൽ ഞാൻ പെയ്യനെ അരിയത്തുള്ളേ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാൻ നഖം വളർത്താൻ തുടങ്ങി, അത് കാരണമാണേ പെയ്യൻ അരിയുന്നത്. എൻ്റെ നഖം അങ്ങനെ കട്ടായി പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പെയ്യന് സാവധാനത്തിരിയുന്നത്. പിന്നെ അത് അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ബോറായി തോന്നും കേട്ടോ, അത് കാരണമാണ് ഞാൻ പിന്നെ സ്പീഡിലിട്ട് കാണിക്കുന്നത്. അങ്ങനെ 2 തക്കാളിയും ഒരു ചെറിയ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്നെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ച്, കടുക് ഇങ്ങനെ പൊട്ടി അവിടെ എല്ലാം വീഴാതിരിക്കാനാണ് ഞാനൊരു അടപ്പ് വെച്ച് അടയ്ക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതാണെങ്കിൽ ഒരു 3-4-5 സെക്കൻഡ് അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചുവ ഉണ്ടാവേ. അത് കാരണം ഞാനതൊന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വാടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കും. ഇത് ഞാനാണെങ്കിൽ കുനുകുനാന്നരിഞ്ഞ സവാളയാണ്, അതാണ് നിങ്ങൾക്ക് തോനെയായിട്ട് തോന്നുന്നത് കേട്ടോ. ഒരു ചെറിയ സവാളയാണേ. സവാളക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മളാണെങ്കിൽ അങ്ങനെ തുറന്നു വെച്ച് നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഗ്യാസൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടേ, അത് കാരണം ഞാൻ അടച്ചു വെച്ചങ്ങ് വേവിക്കും. സാധാരണ ഞാൻ ഉള്ളിക്കറിയൊക്കെ വെക്കുന്നത് കുക്കറിലാണ്. ഇപ്പം ഇങ്ങനെ ഉള്ളി വാട്ടിയൊന്നും ഞാൻ അങ്ങ് അന്നേരം ഒരുപാട് സമയമെടുക്കും നമുക്ക് ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പം ഞാനാണെങ്കിൽ അങ്ങ് അതുകൊണ്ട് കുക്കറിനകത്താണ് വെക്കുന്നത്. ഞാൻ തക്കാളി കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ദോശയും അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചേ. ഉള്ളി ഒന്ന് വേണ്ട നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ തക്കാളി കറിക്കകത്ത് ചേർക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ട് ജസ്റ്റ് അതൊന്ന് പിന്നെന്താ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കഴിയുമ്പോഴേ പിന്നെ അത് നന്നായിട്ടൊന്ന് ഉടയണേ. ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് അടച്ച് ഒരു 3-5-6 സെക്കൻഡല്ല 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അന്നേരം ആ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരും. എന്നാലാണേ തക്കാളി കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എൻ്റെ രീതിയിലൊന്ന് പറയുകയാണേ, നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് അത് കണക്ക് വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് അതൊന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ദാണ്ടെ മസാലപ്പൊടി ഇട്ടില്ലായിരുന്നു നേരത്തെ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടപ്പോഴേ. പിന്നെ ഞാൻ അടുപ്പൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടേ. ഈ ദോശ ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ബർണറാണ്. ഈ കറി ഞാനാണെങ്കിൽ ചെറിയ ബർണറിനകത്തോട്ടാക്കിയിട്ട് ദോശ ഇടുന്നത് ഇപ്പുറത്തോട്ടും ആക്കിയേ.
ഇനിയാണെങ്കിൽ എപ്പോഴും ഞാനാണെങ്കിലേ ചൂടുവെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അടുപ്പ് രണ്ടും ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചവെള്ളമാണ് കറിക്ക് ഒഴിച്ചത്. പിന്നെ നമ്മളാണെങ്കിൽ തക്കാളി കറി വെക്കുമ്പോഴേ ഒരിച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്ത് വരികയും ചെയ്യും. കറിക്കുന്നൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ തക്കാളി കറി. എൻ്റെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് അതേ പാൻ തന്നെ കഴുകി, ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഉപ്പുമാവ് ഇരിപ്പുണ്ടെന്ന്, ആ ഉപ്പുമാവും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. ഇതിപ്പം ചേട്ടൻ ഉപ്പുമാവ് കഴിക്കത്തില്ല. അത് കാരണമാണ് പിന്നെ ഗോതമ്പ് ദോശയുടെ ഒരു 5-6 ഗോതമ്പ് ദോശയോടെ ഉണ്ടാക്കിയത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. അതുകൊണ്ട് ഞാൻ അവർക്ക് മാത്രം രാത്രിയിൽ ചേട്ടൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മാത്രമായിട്ട് രാത്രിയിലൊക്കെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. രാവിലെ ഉണ്ടാക്കിയ പിന്നെ ഇത് കണക്ക് 2 വട്ടം 2 ഫുഡ് ഉണ്ടാക്കണം. അത് കാരണം ഞങ്ങൾ മാത്രം കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പുമാവ് ഉണ്ടാക്കത്തുള്ളൂ. മക്കൾക്ക് കൊതിയുള്ളതല്ലേ, അത് കാരണം അവർക്ക് വേണ്ടുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദാണ്ട് ഉപ്പുമാവും എല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ഞങ്ങളെല്ലാവരും ദോശയും ചുട്ട് കയറുന്നേ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ കാപ്പി കുടിക്കാൻ പോവാണേ. അങ്ങനെ ഞാൻ എല്ലാം ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. എല്ലാവരും അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നേ. ഫുഡ് കഴിക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ചേട്ടനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുമ്പം, അങ്ങനെ വീഡിയോയുടെ മുമ്പിലൊക്കെ വരാനേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഞാനാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ലേ. അപ്പം രാവിലെ തന്നെ തുണിയൊക്കെ അലക്കുകയാണ്. ഇന്ന് പുറത്ത് പോയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. അത് കാരണം രാവിലെ തന്നെ അങ്ങ് തുണി അലക്കി ഇടാമെന്ന് വിചാരിച്ചു. ചിലപ്പം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആണെങ്കിലേ പിന്നെ തുണി അലക്കൽ ബുദ്ധിമുട്ടാവും. അത് കാരണം ഞാൻ പോകുന്നതിന് മുമ്പേ അങ്ങ് തുണി അലക്കാമെന്ന് വിചാരിച്ചു. ഇനി ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലേ. അത് കാരണം കഴിച്ച പാത്രമെല്ലാം ഞാൻ അവിടെ സിങ്കിൽ വെച്ചിട്ടാണ് ഈ തുണി അലക്കാൻ വന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ അങ്ങ് നന്നായിട്ട് വെയിൽ വരാൻ തുടങ്ങിയായിരുന്നേ. ഞാൻ സാധാരണ എന്നും വൈകിട്ടാണ് തുണി അലക്കുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലായത് കാരണം കുറച്ച് നേരം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയാണേ. അത് കാരണം ഞാൻ ഇന്ന് പിന്നെ വൈകിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റായങ്ങനെ വന്നു കഴിഞ്ഞാൽ തുണി അലക്കൽ മുടങ്ങുമല്ലേ. അത് കാരണം ഇന്നിപ്പം നേരത്തെ തുണി കഴുകുന്നത് കേട്ടോ. അപ്പം തുണിയെല്ലാം ഞാൻ അലക്കി മോളിൽ കൊണ്ടുവന്ന് വിരിക്കും. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വെയിലായിട്ടുണ്ട്. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് തുണിയെല്ലാം ഉണങ്ങി കിട്ടുമല്ലേ. ഇന്നിനിപ്പം മഴയൊന്നും പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. അത് കാരണമാണ് പുറത്തിട്ടിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങ് താഴെ ഷീറ്റ് അടിച്ചിട്ടുണ്ട്, അതിനകത്തോട്ടാണ് ഇടുന്നത് മഴയുള്ളപ്പം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ പാല് മേടിച്ചുകൊണ്ട് വന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ പാലെല്ലാം അങ്ങ് കാച്ചി വെക്കുകയാണേ. ഈ പാല് കൊണ്ടുവരുന്ന പാത്രമേ എത്ര പേരുണ്ട് ഇങ്ങനെ കഴുകി ഒഴിക്കുന്നത്. എനിക്കെന്തോ കഴുകി ഒഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേട്. അത് കാരണം ഞാൻ ഇച്ചിരി പാത്രം ഒന്ന് കഴുകി ഒഴിക്കും കേട്ടോ. പിന്നെ കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം ഞാൻ കൈയോടെ തന്നെ കഴുകിയെടുക്കുകയാണേ. ഞാൻ എനിക്കാണെങ്കിൽ ഈ പാത്രമൊക്കെ നനഞ്ഞ പാത്രം ഗ്യാസിൻ്റെ ഒക്കെയാണ് എൻ്റെ ഈ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്, അതിനകത്തോട്ട് വെള്ളം വിറ്റ് വീഴും. അത് കാരണം ഞാൻ കൊട്ടയ്ക്കകത്താണ് കമത്തുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തു പോകാൻ പോവുകയാണേ. ഇതാണെങ്കിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയൊന്നും അല്ല കേട്ടോ. മോള് ഫുൾ A+ വാങ്ങിച്ചപ്പം മോൾക്കും മോളുടെ കൂട്ടുകാരിയും ഫുൾ A+ വാങ്ങിച്ചിരുന്നേ. അവർക്ക് 2 കൂടെ ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയതാണേ. റാഹത്ത് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ പോയത്. പിന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിരുന്നേ. അവൾക്കാണെങ്കിൽ അവളെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചില്ല, ഒരു സമാധാനക്കേട് പോലല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആശ്രമം മൈതാനത്ത് വന്ന് കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ച് ഇന്നത്തെ യാത്ര ഇത്രയൊക്കെയുള്ളേ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. താങ്ക് യു.